ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫിഷ് കറിയാണ്. മുളകിട്ട ഫിഷ് കറി. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം, ഉള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണം മാറി വരും. ആ സമയത്ത് നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അപ്പോഴേക്കും നമുക്ക് ഈ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി അതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മീനിൻ്റെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി 1 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അയല അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മീൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിഷ് എല്ലാം മസാലയിലേക്ക് ഇട്ട് വെച്ചു. ഇനി ഇത് നമ്മൾ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പം ഫുൾ തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ മീൻ കഴുകുന്ന സമയത്ത് നമ്മളത് കുടംപുളി കുറച്ച് നേരം മീനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉടുമ്പ് നന്നായിട്ട് മാറി കിട്ടും. നമ്മുടെ ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂണിട്ട് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം. ഒത്തിരി തിളക്കരുത്, മീൻ ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. മീൻ ചുറ്റിച്ചു കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. നമ്മുടെ മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 എരിവില്ലാത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറാണ്, ടേസ്റ്റും കൂടുതൽ കിട്ടും. 1 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നിങ്ങളും വെച്ച് നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.